ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 108. അങ്ങനെ ഇന്ദ്രൻ സാറിന്റെ സഹായത്തോടെ എളുപ്പത്തിൽ മോഹൻ തന്റെ അടുത്ത ഡോൺ സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പോൾ മോഹന്റെ മനസ്സ് സന്തോഷം നിറഞ്ഞ് തുളുമ്പുകയായിരുന്നു. ശരി, ഇനി നീ നിന്റെ പഴയ അവസ്ഥയിലേക്ക് പോകരുതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പരിശീലനം ആരംഭിക്കണം. ചേതൻ മോഹൻ നോക്കി പറഞ്ഞു. വർഷങ്ങളുടെ മുന്നൊരുക്കം കൊണ്ട് സ്വരൂപിച്ച ഓറ കാരണമാണ് മോഹൻ ആ ഘട്ടത്തെ ഇത്ര വേഗം മറികടന്നത്. ചേതൻ മോഹന് ചെയ്തതുപോലെ ഇങ്ങനെ ഒരാളുടെ നില വേഗത്തിൽ ഉയർത്തുന്നത് ആരെക്കൊണ്ടും സാധിക്കാത്ത കാര്യമാണ്. മോഹന്റെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉള്ളത് കാരണം ശക്തി ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വേഗത്തിൽ അവന്റെ ഡോൺ ലെവൽ ഉയർത്താൻ സാധിക്കില്ലായിരുന്നു. അതുമല്ല, ഈ മാർഗം അത്ര എളുപ്പമല്ല. അഥവാ അത് എളുപ്പമായിരുന്നുവെങ്കിൽ മേഘയുടെയും മറ്റും ഡോൺ ലെവൽ ഉയർത്താൻ ചേതനത് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ ചേതൻ ഇങ്ങനെ ആൾമാറാട്ടം നടത്തി പണം സമ്പാദിക്കേണ്ട ആവശ്യവുമില്ലല്ലോ. താങ്ക് യു സർ. സ്വപ്നലോകത്തു നിന്നും സ്വബോധത്തിലേക്ക് എത്തിയതും മോഹൻ ചേതനോട് നന്ദി പറയാൻ തുടങ്ങി. താൻ ഇത്രയും പെട്ടെന്ന് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നതിനുള്ള ഏക കാരണം ഇന്ദ്രൻ സാറാണെന്ന് മോഹൻ കരുതി. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ മോഹൻ തന്റെ ജീവിതകാലം മുഴുവൻ ഡോൺ സ്റ്റേജ് 3 തന്നെ കുടുങ്ങി പോകുമായിരുന്നു. താൻ ഇപ്പോൾ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്റെ സാറിന്റെ കഴിവ് കൊണ്ടാണെന്ന് മോഹൻ വിശ്വസിച്ചു. കൂടാതെ മഹാദേവനെ പോലുള്ള ഒരാളിൽ നിന്ന് ആദരവും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും തനിക്ക് കിട്ടില്ലായിരുന്നുവെന്നും മോഹൻ ഓർത്തു. ഇന്ദ്രൻ സാറിനെ ഇനി ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കും. ഈ അവസരം എനിക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ്. തീർച്ചയായും ഞാനിത് പാഴാക്കില്ല, മോഹൻ മനസ്സിൽ ഉറപ്പിച്ചു. ഓക്കെ മോഹൻ, ഇപ്പൊ നിനക്ക് നല്ല ക്ഷീണം കാണും. അതുകൊണ്ട് പോയി റെസ്റ്റ് എടുക്ക്. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ മതി, ചേതൻ അവനോട് പറഞ്ഞു. മോഹന്റെ ബ്ലോക്കായ പോയിന്റുകൾ ക്ലിയർ ചെയ്തതിനു ശേഷം ചേതന് മറ്റൊന്നും പറഞ്ഞ് സമയം കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് അവൻ കൈകൊണ്ട് ആംഗ്യം കാട്ടി മോഹനോട് പോകാൻ പറഞ്ഞു. ശരി സർ എന്ന് മറുപടി പറഞ്ഞ് മോഹൻ അവിടെ നിന്നും പോയി. ഇതേ സമയം ബംഗ്ലാവിന് പുറത്തു നിന്നിരുന്ന ഇഷാൻ ഇതെല്ലാം കണ്ട് ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഈ ബംഗ്ലാവിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്? ആ മോഹൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? മഹാദേവൻ പോലും അവനോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ മാത്രം അവൻ വലിയവനായി മാറിയത് എന്നാണ്? അതുമല്ല, ആ മഹാദേവൻ അവന് സമ്മാനങ്ങൾ വരെ കൊടുക്കുന്നത് കണ്ടല്ലോ. സത്യത്തിൽ ബംഗ്ലാവിന്റെ ഉള്ളിൽ എന്താവും നടക്കുന്നുണ്ടാവുക? ഇഷാൻ ചിന്തിച്ചു. ആ ബംഗ്ലാവിന്റെ മുതലാളി കാരണമാണ് മോഹന് ഇത്രയും ബഹുമാനം ലഭിക്കുന്നതെന്ന് ഇഷാന് മനസ്സിലായി. അതുമല്ല, ആ വ്യക്തി കാരണമാണ് മഹാദേവൻ മോഹനോട് തനിക്ക് സമമായ ഒരാളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങിയതും. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അവന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചില്ല. മഹാദേവനെ പോലെ ഒരു കോടീശ്വരനെ രാത്രി മുഴുവൻ ഗേറ്റിന് പുറത്തു നിർത്താൻ കഴിയുന്ന ഒരാൾ ഈ നഗരത്തിൽ ആരും തന്നെയില്ല. രാത്രി മുഴുവൻ അങ്ങനെ നിന്നിട്ടും മഹാദേവനിൽ ഒരു തരി ദേഷ്യമില്ലെന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. ദേഷ്യത്തിന് പകരം ഗേറ്റ് തുറന്നപ്പോൾ മഹാദേവന്റെ മുഖത്ത് സന്തോഷമായിരുന്നു. അയാളുടെ മുഖത്തെ ചിരി ഇഷാൻ ഇപ്പോഴും ഓർക്കുന്നു. രാത്രി മുഴുവൻ പുറത്തു നിന്നിട്ടും മഹാദേവന് എങ്ങനെ ഇത്ര സന്തോഷവാനായി ഇരിക്കാൻ കഴിയുന്നു? ഇതൊക്കെ ചെയ്യാൻ മാത്രം കഴിവുള്ള ആരായിരിക്കും അവിടെ ഉള്ളത്? ഇഷാന്റെ മനസ്സിൽ അത്തരം ചോദ്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കെ മഹാദേവനും കാശിയും ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നു. ബംഗ്ലാവിന്റെ ഗേറ്റിലേക്ക് തന്നെ നോക്കി നിന്ന ഇഷാൻ അത് കണ്ട് വീണ്ടും ആശയക്കുഴപ്പത്തിലായി. ഇതെന്താ മഹാദേവനും അയാളുടെ കൂടെ വന്ന ആളും മാത്രം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്? മഹാദേവനെ യാത്ര അയക്കാൻ പോലും അവിടെ നിന്ന് ആരും വന്നില്ലേ? നേരത്തെ അകത്തേക്ക് കയറും മുമ്പ് മഹാദേവനെ സ്വാഗതം ചെയ്യാൻ മോഹൻ ഗേറ്റിനടുത്ത് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പോകാൻ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ യാത്ര അയക്കാൻ ആരും കൂടെ വരാത്തതെന്നോർത്ത് ഇഷാൻ ആകെ കണ്ണു മിഴിച്ചു നിന്നു. എത്ര വലിയ ആളാണെങ്കിലും മഹാദേവനെ പോലെ ഒരു വലിയ കോടീശ്വരനായ വ്യവസായിയെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുമ്പോൾ അയാളെ യാത്രയാക്കാൻ കൂടെ ആ വീട്ടിലെ കാര്യസ്ഥനെയും പറഞ്ഞു വിടുന്നത് പതിവാണ്. കാവൽക്കാർ പോലും അയാളോട് ബഹുമാനം കാണിച്ചില്ല എന്നതാണ് മറ്റൊരു സങ്കടകരമായ കാര്യം. ഇതെല്ലാം കണ്ട് ഇഷാൻ ആകെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുകയായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ആ ഗേറ്റ് വീണ്ടും തുറക്കപ്പെട്ടു. അകത്തുനിന്നും മോഹൻ പുറത്തേക്ക് വന്നു. മോഹൻ കൈ പിന്നിൽ കെട്ടിയായിരുന്നു നടന്നിരുന്നത്. മോഹനെ കണ്ടപ്പോൾ ഒരു ഹലോ എങ്കിലും പറയാമെന്ന് ഇഷാന് തോന്നി. പക്ഷേ മോഹന്റെ ഇപ്പോഴത്തെ രൂപവും ഭാവവും കണ്ടതും അവൻ ആകെ ഒന്ന് ഞെട്ടി. മോഹന് ആകെ ഒരു വല്ലാത്ത മാറ്റം വന്നിരുന്നു. അയാളുടെ രൂപത്തിലും ഭാവത്തിലുമൊന്നും ആ പഴയ കടക്കാരന്റെ എളിമയായിരുന്നില്ല. പകരം ഒരു വലിയ പദവി അലങ്കരിക്കുന്ന മനുഷ്യന്റേത് പോലെയുള്ള ഒരു ഭാവമായിരുന്നു. ഏയ് ഇഷാൻ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? മോഹൻ തന്നെ വിളിച്ചത് കേട്ടതും ആകെ ഷോക്കടിച്ച അവസ്ഥയിലായിരുന്നു ഇഷാൻ. അവൻ മെല്ലെ തലയുയർത്തി അയാളെ നോക്കി. തന്റെ ആശ്ചര്യം മറച്ച്
ഇഷാൻ മൃദുവായി പുഞ്ചിരിച്ചു. ഓ അതോ, ഞാൻ എന്റെ നായയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ് മോഹന്റെ മുന്നിലേക്ക് ചെന്നു നിന്നു. അല്ല, മോഹൻ ചേട്ടന് മാർക്കറ്റിൽ ഒരു കടയല്ലേ ഉണ്ടായിരുന്നത്? പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നേ? ഇന്ന് കട തുറന്നില്ലേ? അവൻ ചോദിച്ചു. അത് കേട്ട് മോഹൻ വളരെ സന്തോഷത്തോടെ ഇഷാനെ നോക്കി പറഞ്ഞു. ഞാൻ കട അടച്ചുപൂട്ടി ഇപ്പൊ ഈ ബംഗ്ലാവിലെ കാര്യസ്ഥനായാണ് ജോലി ചെയ്യുന്നത്. മുമ്പ് വലിയ വീട്ടിലെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഭയത്തോടെ തലകുനിച്ച് നിന്നിരുന്ന ആളാണ് മോഹൻ. എന്നാൽ മഹാദേവൻ സാറുമായുള്ള ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഹൻ ഇപ്പോൾ ആരെയും ഭയക്കുന്നില്ല. ഓ ആണോ? അല്ല, ആരാണ് നിങ്ങളുടെ സാർ? ഇഷാൻ ചോദിച്ചു. എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നേ? നിനക്ക് ഇന്ദ്രൻ സാറിനെ കുറിച്ച് അറിയില്ലേ? പുരികമുയർത്തി കൈകൾ പിന്നിൽ കെട്ടിക്കൊണ്ട് മോഹൻ ചോദിച്ചു. മോഹന്റെ മുഖത്ത് യജമാനെ കുറിച്ച് ഓർത്തുള്ള അഭിമാനം തെളിഞ്ഞു കാണാമായിരുന്നു. എന്റെ സാർ മറ്റാരുമല്ല, എസ് ലെവൽ അധ്യാപകനായ ഇന്ദ്രൻ സാറാണ്, മോഹൻ അഭിമാനത്തോടെ പറഞ്ഞു. എന്താ, എസ് ലെവൽ അധ്യാപകനോ? ഇഷാൻ അത് കേട്ട് വീണ്ടും ഞെട്ടി. ഈ ലോകത്തിലെ ഏറ്റവും ദുർബലമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ ഒരു എസ് ലെവൽ അധ്യാപകർ പോലുമില്ല. അപ്പോ ഈ എസ് ലെവൽ അധ്യാപകൻ എവിടെ നിന്ന് വന്നു? ഇത് എപ്പോ സംഭവിച്ചു? എല്ലാത്തിനും ഉപരി എന്തിനാണ് മോഹനെ പോലെയുള്ള ഒരാളെ അയാൾ തന്റെ കാര്യസ്ഥനാക്കുന്നത്? അപ്പോ ഇതുകൊണ്ടാണ് മഹാദേവൻ ഇന്നലെ രാത്രി മുഴുവൻ ഗേറ്റിന് വെളിയിൽ കാത്തു നിന്നത്. അതുപോലെ ഇതുകൊണ്ട് തന്നെയാണ് അയാൾ മോഹന് ഇതുവരെ ഇല്ലാത്ത ബഹുമാനമൊക്കെ കൊടുക്കാൻ തുടങ്ങിയതും. സാമ്പത്തിക നിലയിൽ ഏറ്റവും താഴ്ന്ന രാജ്യമാണ് ഇതെങ്കിൽ കൂടിയും ചന്ദ്രഹാസൻ രാജാവ് പോലും ഇതുപോലെ ഒരു എസ് ലെവൽ അധ്യാപകനെ വില കുറച്ച് കാണില്ല. അധ്യാപകരെ പല ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നത് പോലെ എസ് ലെവൽ അധ്യാപകരെയും പല ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളെ സ്റ്റാറുകളുടെ എണ്ണം വെച്ചാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഈ എസ് ലെവൽ അധ്യാപകൻ ഒരു 1 സ്റ്റാർ ലെവൽ ആണെങ്കിൽ പോലും മഹാദേവൻ അയാൾക്ക് വേണ്ടി ഒരു രാത്രിയല്ല 6 മാസങ്ങൾ വേണമെങ്കിലും കാത്തിരിക്കും. അതിൽ ഇത്ര അത്ഭുതപ്പെടാൻ ഒന്നുമില്ലെന്ന് ഈശാൻ ചിന്തിച്ചു. അയാളെ എത്ര നേരം കാത്തു നിർത്തിയാലും ഒരു കുറ്റവും പറയാതെ അയാൾ കാത്തു നിൽക്കുമായിരുന്നു. എന്തിന്? ഇവിടെ ഇങ്ങനെ ഒരു എസ് ലെവൽ അധ്യാപകൻ ഉണ്ടെന്നറിഞ്ഞാൽ തന്റെ മുത്തശ്ശൻ വരെ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ആദരിക്കും. ഒരു മികച്ച അധ്യാപകനെ ഒരു രാജ്യത്തെ മുഴുവൻ വളർത്താനോ തളർത്താനോ കഴിയും. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ജനങ്ങൾ പൊന്നുപോലെ വിലപ്പെട്ടതായി കണക്കാക്കും. ഒരു എസ് ലെവൽ അധ്യാപകനെ വ്രണപ്പെടുത്തുന്ന വിധത്തിലെ തെറ്റ് ചെയ്യാൻ ആരും ആഗ്രഹിക്കില്ല. തന്റെ അച്ഛനെ ആ അധ്യാപകൻ കണ്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്താൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അസുഖം പോലും ഭേദമാകുമെന്ന് ഈശാൻ ചിന്തിച്ചു. അങ്ങനെ തന്റെ അച്ഛൻ വീണ്ടും സുഖം പ്രാപിച്ചാൽ തനിക്ക് വീണ്ടും നേതാവാകാമെന്നും തന്റെ നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു പിടിക്കാനാവുമെന്നൊക്കെയുള്ള ചില ചിന്തകളും ഇഷാന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇഷാന് മോഹനോട് അസൂയ തോന്നി. ചന്തയിലെ ചെറിയ കടയുടമയായിരുന്നു മോഹൻ. എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചിരുന്ന ഒരാൾ. എന്നാൽ ഇപ്പോൾ മോഹൻ ഈ നിലയിലെത്തി. അയാൾ ഇപ്പോൾ ആരെയും ഭയപ്പെടുന്നില്ലെന്ന് ഇഷാന് മനസ്സിലായി. ഇനി മുതൽ മോഹനോട് ബഹുമാനത്തോടെ താഴ്മയായി സംസാരിക്കണമെന്ന് ഇഷാൻ മനസ്സിലുറപ്പിച്ചു. തന്റെ വാക്കുകൾ കേട്ട് ഒരു വിധത്തിലും മോഹൻ ദേഷ്യപ്പെടാൻ പാടില്ല. ഒരു എസ് ലെവൽ അധ്യാപകന്റെ കാര്യസ്ഥനായി മാറിയതിനു ശേഷം മോഹൻ അത്രയും ബഹുമാനം നേടിയിരുന്നു. മോഹൻ വിളിച്ചാൽ പോലും എണ്ണിയാൽ ഒടുങ്ങാത്ത വിദഗ്ധർ ജീവൻ പണയപ്പെടുത്തി വന്ന് എന്തിനു വേണ്ടിയും പോരാടുമെന്ന് ഇഷാൻ മനസ്സിലാക്കി. ഇന്ദ്രൻ സർ, അദ്ദേഹം എപ്പോഴും ഇവിടെ വന്നത്? എന്താ ആരും എന്നോട് ഇതൊന്നും പറയാതിരുന്നത്? ഇഷാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഒരു എസ് ലെവൽ അധ്യാപകൻ ശരിക്കും ഈ നാട്ടിൽ വന്നിരുന്നെങ്കിൽ തലസ്ഥാനത്ത് ഉടനീളം ഒരു കോലാഹലം ഉണ്ടായിരിക്കണം. ഇത്തരമൊരു വിഷയത്തിൽ ആളുകൾ ഒരിക്കലും ശാന്തമായിരിക്കില്ല. ഈ വാർത്ത മറച്ചു വെക്കേണ്ട കാര്യവുമില്ല. പിന്നെ എങ്ങനെ ഇതിനെപ്പറ്റി തനിക്ക് ഒരു സൂചന പോലും കിട്ടാതായി? ഓഹോ, അത് ഇന്ദ്രൻ സാറിന് പബ്ലിസിറ്റി അത്ര ഇഷ്ടമല്ല. ഒരു ലോ പ്രൊഫൈൽ വെക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഇപ്പോ നിനക്ക് കാര്യം മനസ്സിലായില്ലേ? അത് മതി. ഇനി നീ പോയി ഇത് ആരോടും പറയാൻ നിൽക്കരുത്. ഞാൻ പോയിട്ട് വരാം. എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാനുണ്ട്. നിനക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ നീയും തിരിച്ചു പോവാൻ നോക്ക്. ഇങ്ങനെ ബംഗ്ലാവിന്റെ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് നടക്കാത്തതാണ് നിനക്ക് നല്ലത്. എങ്ങാനും ഇന്ദ്രൻ സാർ നിന്നെ കണ്ട് തെറ്റിദ്ധരിച്ചാലോ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ? മോഹൻ അവനോട് പറഞ്ഞു. മഹാദേവൻ സാർ ഇവിടെ നിന്ന് പോയതിനു ശേഷം മോഹന് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ശബ്ദവും പെരുമാറ്റവും ഒക്കെ ആകെ മാറിയിരുന്നു. അവൻ തികച്ചും ഒരു എസ് ലെവൽ അധ്യാപകന്റെ കാര്യസ്ഥനായി മാറിയിരുന്നു. അതുകൊണ്ടാണ് ഒന്നിനെ കുറിച്ച് ഓർത്തും ഭയപ്പെടാതെ അവൻ ഇഷാന് താക്കീത് കൊടുത്തതും. മോഹൻ ഇപ്പോൾ ഒരു കോടീശ്വരനായ വ്യവസായി എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് പെരുമാറുന്നതെന്ന് ഇഷാന് മനസ്സിലായിരുന്നു. ശരി ശരി എന്ന് പറഞ്ഞ് ഇഷാൻ തലയാട്ടി അവിടെ നിന്ന് പോവാൻ ഒരുങ്ങി. ഇത് പറഞ്ഞ് മോഹനും വാതിലിന് നേരെ തിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുതിരവണ്ടി ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. മഹാദേവൻ അതിൽ നിന്നും ഇറങ്ങി.
അതേസമയം തന്നെ ബംഗ്ലാവിൽ നിന്ന് 2 കാവൽക്കാർ വന്ന് കാറിൽ നിന്ന് ഒരു സ്ട്രെച്ചർ പുറത്തെടുത്തു. ആ, മഹാദേവൻ സാർ, വരൂ വരൂ. മോഹൻ അയാളെ സ്വാഗതം ചെയ്തു. ഒരുപാട് നന്ദി മോഹൻ. മഹാദേവൻ നന്ദി പറഞ്ഞു. പിന്നെ എല്ലാവരും ബംഗ്ലാവിനുള്ളിലേക്ക് പോയി. മഹാദേവൻ സാറിന്റെ ഭാര്യയ്ക്ക് വയ്യ എന്നാണ് കേട്ടുകേൾവി. ഇവിടെ ഇങ്ങനെ ഒരു അധ്യാപകൻ വന്നിട്ടുള്ള കാര്യം അദ്ദേഹം എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. തന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയാവും അദ്ദേഹം ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ കാത്തു നിന്നത്. അതാണ് എനിക്കും തോന്നുന്നത്. എന്തോ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും അദ്ദേഹം രാത്രി മുഴുവൻ ഇവിടെ കാത്തു നിന്നത്. ഗേറ്റിന്റെ അരികിൽ നിന്നിരുന്ന കാവൽക്കാർ തമ്മിൽ പറഞ്ഞു. രണ്ടുപേരുടെയും വാക്കുകൾ കേട്ട് ഈശാന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഒരു എസ് ലെവൽ അധ്യാപകനെ ഒരാളുടെ ഡോൺ ലെവലുകൾ ഉയർത്തുക പോലുള്ള കാര്യങ്ങൾ മാത്രമാണ് അറിയൂ എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. അവർ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിവരമുള്ളവരാണ്. ഒരു എസ് ലെവൽ അധ്യാപകൻ അറിയാത്ത ഒരു തൊഴിലും ഈ ലോകത്തില്ല. മരുന്നുണ്ടാക്കുക, രോഗനിർണയം നടത്തുക, ആയോധന മുറകൾ അഭ്യസിപ്പിക്കുക, അങ്ങനെ എല്ലാവിധത്തിലുള്ള ജോലിയും അവർക്കറിയാൻ കഴിയും. അവരെ ഏറ്റവും വലിയവരായി കണക്കാക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. മഹാദേവന്റെ ഭാര്യയുടെ അനാരോഗ്യം രാജ്യത്തെ മഹാന്മാരായ ആരോഗ്യ വിദഗ്ധർക്കെല്ലാം അറിയാമായിരുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാർക്ക് പോലും അവരെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് ഈശാൻ കേട്ടിരുന്നു. അതുകൊണ്ടായിരിക്കും അവസാന ശ്രമം എന്ന പോലെ മോഹന്റെ മുതലാളിയെ കാണിക്കാൻ വേണ്ടി മഹാദേവൻ ഒരു രാത്രി മുഴുവൻ കാത്തുനിന്നത്. മികച്ച ഡോക്ടർക്ക് പോലും ഭേദമാക്കാൻ കഴിയാത്ത രോഗം ഈ എസ് ലെവൽ അധ്യാപകന് ഭേദമാക്കാൻ കഴിയൂ? അങ്ങനെയെങ്കിൽ അയാൾക്ക് തന്റെ അച്ഛനെ ചികിത്സിക്കാൻ കഴിയില്ലേ എന്നൊക്കെ ചിന്തിച്ച ഈശാന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ മുളപൊട്ടി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് പകരം അയാൾ അല്പം മാറിയുള്ള ചായക്കടയിലേക്ക് പോയി. ഞാനിവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പോവുക. ഇനി ഇന്ദ്രൻ സാറിനെ കാണുന്നത് വരെ ചായയാണ് എന്റെ ഭക്ഷണം. ഈ ചായക്കടയാണ് എന്റെ താവളം എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ ചായക്കടയിലേക്ക് എത്തി. അധ്യായം 109. ചേതനെ മാന്ത്രിക ലൈബ്രറി കൈവിടുന്നു. മഹാദേവൻ ഭാര്യയും കൂട്ടി ബംഗ്ലാവിൽ ചേതന്റെ മുറി ലക്ഷ്യമാക്കി കുതിച്ചു. ഇന്ദ്ര സാർ, ഇതാണ് എന്റെ ഭാര്യ പ്രീതി. ദയവായി സാർ ഇവളെ രക്ഷിക്കണം. മഹാദേവൻ ചേതനെ കണ്ടതും വിനയത്തോടെ പറഞ്ഞു. അയാളുടെ അടുത്തായി കാവൽക്കാർ കൊണ്ടുവന്ന സ്ട്രക്ചറിൽ പ്രീതി കിടക്കുകയായിരുന്നു. മഹാദേവൻ ചേതന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കേഴാൻ തുടങ്ങിയിരുന്നു. അയാളുടെ സുഖത്തിലും ദുഃഖത്തിലും പ്രീതി എന്നും കൂടെ ഉണ്ടായിരുന്നു. ഇവർക്കിടയിലുള്ള പ്രണയം ഇന്നും കോട്ടം തട്ടാതെ തന്നെ നിലനിന്നിരുന്നു. കാലം കടന്നു പോകുന്തോറും ആ സ്നേഹം കൂടി വന്നു എന്നല്ലാതെ അതിനൊരു കുറവും തട്ടിയിട്ടില്ല. പരസ്പരം താങ്ങും തണലുമായാണ് അവർ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രീതിക്ക് ഇങ്ങനൊരു ഗതി വന്നപ്പോൾ എന്തു വില കൊടുത്തും അവളെ രക്ഷിക്കാൻ മഹാദേവൻ തയ്യാറായിരുന്നതും. മെല്ലിയൊന്ന് മൂളി ചേതൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. സ്ട്രക്ചറിൽ കിടക്കുന്ന മഹാദേവന്റെ ഭാര്യയെ കണ്ടതും ചേതനൊന്ന് കുഴഞ്ഞു. അവളുടെ പ്രായവും മഹാദേവന്റെ പ്രായത്തോട് അടുത്തായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ അവൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും തോന്നിക്കില്ല. അവളെ ആദ്യമായി കണ്ടുമുട്ടുന്ന ഏതൊരാൾക്കും അവളൊരു സാധു സ്ത്രീയാണെന്നുള്ളത് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാകുമായിരുന്നു. ചേതന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഇവരുടെ അവസ്ഥ ഞാൻ വിചാരിച്ചതിനേക്കാൾ മോശമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചേതൻ രക്തം പുരണ്ട ആ പച്ചക്കല്ലിൽ തൊട്ടുനോക്കി. ആ കല്ല് ഒരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ വളരെ മോശമായ സ്വാധീനം ചെലുത്തുമെന്ന് ചേതൻ മനസ്സിലാക്കിയിരുന്നു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുക ഏതാണ്ട് അസാധ്യമാണ്. ആ പ്രതിമ പൊട്ടിച്ചു കളയുകയും ആ പ്രതിമയാൽ ബാധിക്കപ്പെട്ട രോഗിയുടെ ശരീരത്തിന് ആവശ്യമായ മരുന്നുകൾ നൽകിയാൽ അതിന് ഒരു പരിഹാരം കണ്ടെത്താനാകുമെന്നായിരുന്നു ചേതൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ രോഗിയെ കണ്ടതും അവളുടെ അവസ്ഥ താൻ വിചാരിച്ചതിലും വളരെ മോശമാണെന്ന് അവൻ മനസ്സിലാക്കി. എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ ആർക്കും തന്നെ അവരെ രക്ഷിക്കാനാകില്ലെന്നും ചേതന് മനസ്സിലായി. ചെറിയ എന്തെങ്കിലും പ്രാഥമിക ചികിത്സ നൽകി അവരുടെ കുറവുകൾ എന്താണെന്ന് കണ്ടെത്തി അത് നികത്താമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ പ്രീതി ഇങ്ങനൊരു ഭീകരമായ അവസ്ഥയിലായിരിക്കുമെന്ന് അവൻ കരുതിയില്ല. ഇതിപ്പോ അവനെ പ്രാഥമിക ചികിത്സ പോലും നൽകാൻ പറ്റാത്ത നിലയിൽ ബോധമില്ലാതെ കിടക്കുകയാണ് പ്രീതി. ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകൂ? ചേതൻ ഭയന്നുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു. ഒന്നും നിസ്സാരമായി കാണരുതെന്ന് അവന് തോന്നിപ്പോയി. താനെന്നും ചെയ്യുന്നത് പോലെ പ്രീതിയെക്കുറിച്ച് അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി ഒരു പുസ്തകം രൂപപ്പെടുത്തുമെന്നും ആ പുസ്തകത്തിന്റെ സഹായത്തോടെ അവളുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാം എന്നുമായിരുന്നു അവൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊന്നും കഴിയാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ അവളെ മുഴുവനായി തനിക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ മഹാദേവന്റെ അടുത്ത് പറയണമല്ലോ. അങ്ങനെ എന്തെങ്കിലും പറയാൻ സാധിച്ചാൽ
ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കാൻ ചേതന് കുറച്ച് സമയവും കിട്ടും. എന്നാൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന പ്രീതിയെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ ചേതന് കഴിയില്ല. അവൾ തിരിച്ചൊന്നും ചെയ്യാതെ അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി പ്രവർത്തിക്കുകയുമില്ല. ദൈവമേ, ഇനിയിപ്പോ എന്തൊന്ന് ചെയ്യാ? മത്സരത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ പണം സംഘടിപ്പിക്കണം. അതിനുള്ള ഏക മാർഗമാണത്. ഞാൻ പെട്ടുപോവോ? ചേതൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചു. സർ, പ്രീതിക്ക് എങ്ങനെയുണ്ട്? അവൾ സുഖം പ്രാപിക്കോ? അത്യന്തം പ്രതീക്ഷയോടെ മഹാദേവൻ ചോദിച്ചു. ചേതനൊന്നും പറയാതെ ആ സ്ട്രക്ചറിന്റെ ചുറ്റും നടക്കുന്നത് കണ്ടാണ് മഹാദേവൻ ചേതനോട് അത് ചോദിച്ചത്. അയാൾ തന്റെ ഭാര്യയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ആശങ്കയിലായിരുന്നു. തിടുക്കം കൂട്ടാതെ അല്പനേരം ഒന്ന് ശാന്തമായിരിക്കും. ഞാൻ ഇനിയും പ്രീതിയെ പരിശോധിച്ചു കഴിഞ്ഞിട്ടില്ല, ചേതൻ മെല്ലെ പറഞ്ഞു. ചേതൻ വല്ലാത്ത സമ്മർദ്ദത്തിലായിരുന്നു. അതിനു മേലെ മഹാദേവൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതും അവന്റെ ടെൻഷനും കൂടി. തന്റെ കഴിവും ബുദ്ധിയും ഉപയോഗിച്ചാണ് ചേതൻ ഒരു വിധത്തിൽ ഇവിടം വരെ എത്തിച്ചേർന്നത്. എന്നിട്ടിപ്പോൾ ഇവിടെ പരാജയപ്പെട്ടാൽ അവനത് വലിയ നാണക്കേടായി മാറും. നാളുകളെടുത്ത് ആകാശം മുട്ടെ പടുത്തുയർത്തിയ കെട്ടിടം ഒറ്റയടിക്ക് തകർന്നു വീഴുന്നത് പോലെയാകുമത്. കൂടാതെ തന്റെ ആദ്യത്തെ ക്ലയന്റിന്റെ മുമ്പിൽ തന്നെ പരാജയപ്പെടുന്നത് അവന്റെ പ്രശസ്തിയെ തന്നെ ബാധിക്കും. പിന്നെ എങ്ങനെ ചേതന് ഒരു എസ് ലെവൽ അധ്യാപകന്റെ വേഷം കെട്ടിയാടാൻ കഴിയും? അതുമല്ല, 9 ദിവസം കൊണ്ട് 30 ലക്ഷം സമ്പാദിക്കണമെന്ന തന്റെ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയും ചെയ്യും. ക്ഷമിക്കണം സാർ, ഞാൻ അറിയാതെ ചോദിച്ചതാണ്, മഹാദേവൻ പറഞ്ഞു. താൻ ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ചേതൻ പറയുന്നത് കേട്ടതും മഹാദേവൻ ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. കാരണം ഇതിനു മുൻപ് കാണിച്ച വൈദ്യരെല്ലാം പറഞ്ഞതുപോലെ തന്റെ ഭാര്യയുടെ രോഗത്തിന് മരുന്നില്ലെന്ന് ഈ അധ്യാപകൻ പറഞ്ഞില്ലല്ലോ. ഈ ബുക്ക് എന്താ വരാത്തത്? അത് വന്നില്ലെങ്കിൽ ഞാനിനി എന്ത് ചെയ്യും? പ്രീതിയുടെ ചുറ്റും നടന്നുകൊണ്ട് ചേതൻ ചിന്തിച്ചു. എന്നാൽ മാന്ത്രിക ലൈബ്രറിയുടെ ഭാഗത്തു നിന്നും യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. ചേതൻ വല്ലാതെ വിഷമത്തിലായി. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും എന്ന് വരെ അവന് തോന്നി. മാന്ത്രിക ലൈബ്രറിക്ക് ആളുകളെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിലും അവരെ കുറിച്ചുള്ള പുസ്തകങ്ങൾ രൂപപ്പെടുത്തണമെങ്കിൽ ആദ്യം ആ വ്യക്തി ഏതെങ്കിലും വിധത്തിലെ ജോലികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തികളോ ഒക്കെ ചെയ്യുന്നത് കാണണം. അത് കാണാതെ മാന്ത്രിക ലൈബ്രറിയിൽ പുസ്തകങ്ങൾ രൂപപ്പെടുത്താൻ കഴിയില്ല. പ്രീതി അബോധാവസ്ഥയിലായതിനാൽ ചേതൻ എന്തൊക്കെ ചെയ്തിട്ടും അവന്റെ ഉള്ളിലെ ലൈബ്രറി യാതൊരു വിധത്തിലും പ്രതികരിച്ചില്ല. എന്റെ അഭിനയിപ്പോ പിടിക്കപ്പെടുമെന്നാ തോന്നുന്നത്, ചേതൻ ചിന്തിച്ചു. മാന്ത്രിക ലൈബ്രറി പ്രതികരിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. ചേതന്റെ മുഖം ആകെ വാടി. മഹാദേവന്റെ ഭാര്യയെ സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് അയാളോട് പറയാനായി ഒരുങ്ങിയപ്പോഴാണ് ചേതന് ഒരു ബുദ്ധി ഉദിച്ചത്. താൻ പറയാൻ വന്ന വാക്കുകൾ അങ്ങനെ വിഴുങ്ങി ചേതൻ അയാളെ നോക്കി. എന്താ സർ? ചേതൻ തന്നെ വിചിത്രമായി നോക്കുന്നത് കണ്ട് മഹാദേവൻ ആകെ പരിഭ്രാന്തനായി. ഇന്ദ്രൻ സാർ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അയാളുടെ ഉള്ളിലെ ആകുലത വർദ്ധിച്ചു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽപ്പെട്ട് കിടക്കുന്ന തന്റെ ഭാര്യയെ കുറിച്ചോർത്ത് അയാൾക്ക് സമാധാനത്തോടെ നിൽക്കാൻ കഴിഞ്ഞില്ല. മഹാദേവന്റെ വിഷമം കണ്ട് ചേതൻ അയാളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. നിങ്ങൾ വിഷമിക്കണ്ട, ശരിയാണ്, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന് കരുതി പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും എവിടെയും ഇല്ലല്ലോ. സാറ് എന്തു തന്നെയാണെങ്കിലും സത്യനോട് പറഞ്ഞോളൂ. ഞാൻ വിഷമിക്കുന്നു കരുതി എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കേണ്ടതില്ല. എന്തായാലും നടക്കാനുള്ളത് നടക്കും. ഞാൻ അതിനു വേണ്ടി എന്റെ മനസ്സിനെ എന്നെ തയ്യാറാക്കിയിരിക്കുന്നു. മഹാദേവൻ ഒന്ന് ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളോട് തൽക്കാലം ഒന്നും പറയാനില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് അല്പം ഉയർത്ത്. എനിക്ക് അവരെ ഒന്ന് പിടിച്ചു നോക്കണം, എന്നാലേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ. ചേതൻ പറഞ്ഞു. എന്ത്? നിങ്ങൾക്ക് എന്റെ ഭാര്യയെ പിടിക്കണമെന്നോ? മഹാദേവന്റെ മുഖം നിമിഷ നേരം കൊണ്ട് മാറി. എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയെ പിടിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞതും പോരാ, അതിന് എന്റെ സഹായം വരെ ചോദിക്കുന്നു. നിങ്ങൾ എത്ര വലിയ അധ്യാപകനാണെങ്കിലും എന്നെയും എന്റെ ഭാര്യയും ഇങ്ങനെ അപമാനിക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. അത് നിങ്ങൾ മറക്കണ്ട. മഹാദേവൻ കോപത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. മുറിയിലുള്ള എല്ലാവർക്കും അയാളുടെ ദേഷ്യം മനസ്സിലായിരുന്നു. ഏതു നിമിഷവും മഹാദേവൻ ഇന്ദ്രൻ സാറിനെ ആക്രമിക്കുമെന്ന് അവർക്ക് തോന്നി. എന്തിന്? ചേതൻ പറയുന്നത് കേട്ട് മോഹൻ തന്നെ താനിപ്പോൾ വീണു പോകും എന്നാണ് തോന്നിയത്. അയാളും അരികിൽ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അല്പം കൂടുതലല്ലേ എന്ന് അവിടെ നിന്നിരുന്നവരെല്ലാം ചിന്തിച്ചു. നിങ്ങൾ പറയുന്നൊന്നും എനിക്കത്ര ശരിയായി തോന്നുന്നില്ല,
നിങ്ങൾക്ക് എന്റെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവളെ ഞാനിവിടെ കൊണ്ടുവന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നിങ്ങളുണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മഹാദേവൻ നിരാശയോടെ പറഞ്ഞു. ഏയ്, ഒരു നിമിഷം ഒന്ന് നിൽക്ക്. എനിക്കവരെ ഒന്ന് തൊട്ടു നോക്കിയാൽ മതിയാവും. ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ചേതൻ പ്രീതിയുടെ അടുത്തേക്ക് ചെന്നു. ചേതന്റെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു. ഇത്രയും നല്ലൊരു സ്ത്രീ എങ്ങനെ ഇങ്ങനെ ഒരു അസുഖം ബാധിച്ച് ഈ ഒരു അവസ്ഥയിലായി എന്ന് അവൻ ചിന്തിച്ചു. ചേതൻ മറ്റാരിലും ശ്രദ്ധ ചെലുത്താതിരുന്നത് കൊണ്ട് തന്നെ മഹാദേവന്റെ മുഖത്തെ കോപം അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. പ്രീതിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ അവരെ കൈയൊഴിയുന്നത് ശരിയല്ലെന്ന് അവൻ അറിയാം. ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ നിങ്ങൾ എന്റെ ഭാര്യയെ തൊടാൻ പോവുകയാണോ? മഹാദേവൻ ദേഷ്യത്തിൽ ആക്രോശിച്ചു. സ്ട്രെച്ചറിനടുത്തേക്ക് വരുന്ന ചേതനെ കണ്ട് അയാളുടെ ദേഷ്യം കൂടി വന്നു. ചേതൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് തനിക്ക് അപമാനകരമാകുമെന്നും തന്റെ നില വെച്ച് താൻ അതിന് വഴങ്ങരുതെന്നും അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. എന്റെ ഭാര്യയെ ഉയർത്താൻ എന്നോട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അതിന് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ അത് തന്നെ ചെയ്യാൻ പോവുകയാണോ? മികച്ചൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് കരുതിയതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ തെമ്മാടിയാണ്, മഹാദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ ചേതൻ അതൊന്നും ശ്രദ്ധിക്കാതെ പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. എന്ത്? മഹാദേവൻ ഒന്നും മനസ്സിലാകാതെ കുഴഞ്ഞു. തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചേതൻ ചെല്ലുന്നത് കണ്ട് അവനെ ആക്രമിക്കാൻ തയ്യാറായിരുന്ന മഹാദേവൻ തലയിൽ കൈവച്ച് നിന്നുപോയി. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പ്രീതിയെ തൊടണം എന്ന് മാത്രമേ ഇന്ദ്രൻ സാറ് പറഞ്ഞുള്ളൂ. അത് പൾസ് പരിശോധിക്കാൻ വേണ്ടി കയ്യിൽ തൊടുന്ന കാര്യമായിരുന്നു. അദ്ദേഹം എന്താ ഇതേക്കുറിച്ച് നേരത്തെ പറയാതിരുന്നത് എന്ന് ചിന്തിച്ച് മഹാദേവൻ ഒന്നും മിണ്ടാതെ അടങ്ങി നിന്നു. മനുഷ്യരുടെ കൈത്തണ്ടയിൽ അക്യു പോയിന്റുകൾ ഉണ്ടായിരുന്നു. അധ്യാപകർ പലപ്പോഴും വിദ്യാർത്ഥികളെ അവരുടെ കൈത്തണ്ടയിലെ പോയിന്റുകളിൽ കൈവച്ച് പരീക്ഷിക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് ശരിയായ ഉപദേശം നൽകാൻ കഴിയും. ചേതനും ആ വഴി ഉപയോഗിക്കുകയാണ് ചെയ്തത്. എന്നാൽ ചേതൻ ഈ ചികിത്സാ രീതിയെക്കുറിച്ച് പറയുന്നതിന് പകരം അവളെ തൊടണമെന്നും പിടിക്കണമെന്നും മറ്റും പറഞ്ഞതുകൊണ്ടാണ് മഹാദേവൻ അത് കേട്ട് തെറ്റിദ്ധരിച്ചത്. അദ്ദേഹം എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? കാര്യങ്ങൾ വിശദമായി പറഞ്ഞില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? ഇപ്പോ ഒരു എസ് ലെവൽ അധ്യാപകനായതുകൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിലോ? മഹാദേവൻ ചിന്തിച്ചു. മറുവശത്ത് മോഹനാവട്ടെ തന്റെ ചിരി അടക്കി നിന്നു. ഇന്ദ്രൻ സാറിന് ഒരു കാര്യം, മഹാദേവൻ സാർ വെറുതെ പ്രഷർ കയറ്റിയത് മിച്ചം, അയാൾ ഉള്ളിൽ പറഞ്ഞു. ഇന്ദ്രൻ സാറിന്റെ സംസാരം മാത്രമല്ല, മൊത്തത്തിലുള്ള രീതികൾ വളരെ കുഴപ്പിക്കുന്ന വിധത്തിലാണെന്ന് അയാൾക്ക് ഏതാണ്ട് അറിയാവുന്ന കാര്യമാണ്. ഈ ലോകത്തിലെ ഡോക്ടർമാർ രോഗിയുടെ പൾസ് പരിശോധിക്കാറില്ലെന്ന് അവൻ അറിയില്ല. പൾസ് പരിശോധിക്കുന്നതിന് പകരം ഡോക്ടർമാർ മറ്റു പല പരിശോധനകളാണ് നടത്തുന്നത്. അതിനാലാണ് തന്റെ ഭാര്യയെ തൊടുമെന്ന് കേട്ടപ്പോൾ മഹാദേവൻ അത് സഹിക്കാനാവാതെ എതിർത്ത് സംസാരിച്ചത്. കാരണം ഈ ലോകത്തെ ചികിത്സാ രീതി അങ്ങനെയല്ലല്ലോ. അതാണ് ഇത്രയും വലിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമായത്. മറുവശത്ത് ചേതന്റെ മനസ്സിൽ പലതരം ചിന്തകൾ ഓടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ആരുടെയും പ്രതികരണം അവൻ ശ്രദ്ധിച്ചില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ മഹാദേവന്റെ ഭാര്യയിലായിരുന്നു. അവൻ നേരത്തെ തന്നെ മനസ്സിൽ വന്ന ആ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചു. അത് മാന്ത്രിക ലൈബ്രറിയുടെ മറ്റൊരു വശമാണ്, ഇന്ദ്രിയങ്ങളെ കുറിച്ചുള്ള പഠനം. കുറച്ചു കാലം മുമ്പ് ശങ്കറുമായി മത്സരിച്ചപ്പോൾ ലൈബ്രറിയുടെ ഈ കഴിവുകൾ ചേതൻ ഉപയോഗിച്ചിരുന്നു. അതുവഴി സ്പർശനത്തിലൂടെ എന്തും അറിയാനാകും. അവൻ എന്തെങ്കിലും സ്പർശിച്ചാൽ ലൈബ്രറി തലക്ഷണം അതിനെക്കുറിച്ച് ഒരു പുസ്തകം സൃഷ്ടിക്കും. ഇപ്പോൾ ഒരു മൃതദേഹം പോലെ കിടക്കുന്ന ഈ സ്ത്രീ ചേതൻ സങ്കല്പിച്ചതിലും മോശമായ അവസ്ഥയിലായിരുന്നു. പിന്നെ സ്വന്തം കൈ പോലും ഉയർത്താൻ കഴിയാത്ത അവൾക്ക് എങ്ങനെ തന്റെ പഞ്ചിങ് ടെക്നിക്ക് കാണിക്കാൻ കഴിയും? പക്ഷേ അത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ചേതന് അവളെക്കുറിച്ച് മാജിക് ലൈബ്രറിയിൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ അവളെ സ്പർശിച്ചു നോക്കിയാൽ അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി പ്രവർത്തിക്കുമോ എന്നവൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി. അതിനുവേണ്ടിയാണ് അവൻ അവളുടെ പൾസ് പോയിന്റിൽ പിടിച്ചത്. ചേതന്റെ മനസ്സിൽ ആ സ്ത്രീയുടെ അസുഖം എങ്ങനെ മാറ്റാം എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ചേതന്റെ ഈ ഉദ്ദേശം മഹാദേവൻ അറിയാമായിരുന്നെങ്കിൽ അവൻ നേരത്തെ തന്നെ സമ്മതം നൽകുമായിരുന്നു. പക്ഷേ ഇത് മാന്ത്രിക ലൈബ്രറിയുടെ കാര്യമായതിനാൽ ചേതൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പ്രീതിയുടെ കൈത്തണ്ടയിൽ ചേതന്റെ വിരൽ സ്പർശിച്ചപ്പോൾ മാന്ത്രിക ലൈബ്രറിയിൽ ഒരു പ്രകമ്പനമുണ്ടായി. അവന്റെ മുമ്പിൽ ഒരു പുസ്തകം വന്നു. ചേതന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. ഫൈനലി അവൻ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. ചേതൻ തന്റെ മനസ്സിൽ വന്ന ഒരു ആശയം പ്രവർത്തിക്കുമോ എന്നറിയാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ഇപ്പോൾ
അവന്റെ ആശയം പ്രവർത്തിക്കുകയും ചെയ്തു. അവന്റെ മുമ്പിൽ അവളെക്കുറിച്ചുള്ള പുസ്തകവും പ്രത്യക്ഷപ്പെട്ടു. അധ്യായം 110. സ്വയം കുഴി കുഴിച്ച് ചേതൻ. ചേതന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി ആകെ പ്രകമ്പനം കൊണ്ടു. അതിൽ നിന്നും ഒരു പുസ്തകം അവന്റെ മുന്നിലേക്ക് വന്നു. ചേതൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. അതിൽ പ്രീതി എന്നും എഴുതിയിരുന്നു. അവനത് തുറന്ന് അതിൽ എഴുതിയിരിക്കുന്ന പ്രീതിയുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ വൈകല്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വായിച്ചു. പ്രീതി, വയസ്സ് 43, ഡോൺ സ്റ്റേജ് 2 ലെവൽ 1. പോരായ്മകൾ: 1. അവരുടെ ഞരമ്പുകൾ ദുർബലമാണ്. അതുകൊണ്ടാണ് പരിശീലനത്തിലൂടെ ശുദ്ധമായ ഓറ ശേഖരിക്കാൻ അവർക്ക് കഴിയാതെ പോയത്. 2. യുദ്ധതല പരിശീലനത്തിനുള്ള കഴിവുകൾ അവർക്കില്ല. മാത്രമല്ല, വായുവിലെ ഓറ തിരിച്ചറിയാനും അതിനെ ആഗിരണം ചെയ്യാനും അവർക്ക് കഴിയില്ല. 3. രക്തം പുരണ്ട പച്ചക്കല്ലിന്റെ ആഘാതം കാരണം അവരുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള 8 അക്കി പോയിന്റുകൾ അടയപ്പെട്ടു. പ്രീതിയെക്കുറിച്ചുള്ള പുസ്തകം വളരെ വലുതായിരുന്നു. അവരുടെ അസുഖത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റുമായി പേജുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അതിലെല്ലാം പ്രീതിയുടെ പിഴവുകളെ കുറിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അസുഖം ഗുരുതരമാണെങ്കിൽ എങ്ങനെ അത് ചികിത്സിക്കണമെന്ന് മാന്ത്രിക ലൈബ്രറി ഉപയോഗിച്ച് കണ്ടെത്താനായിരുന്നു ആദ്യം ചേതൻ കരുതിയിരുന്നത്. അഥവാ ചികിത്സിക്കാനുള്ള മാർഗം തനിക്ക് കണ്ടെത്താനായില്ലെങ്കിൽ മഹാദേവന്റെ അടുത്ത് പ്രീതിയുടെ അസുഖത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കാം എന്നും കരുതി. പ്രീതിയുടെ അസുഖം അവരുടെ അടഞ്ഞ അക്കി പോയിന്റുകൾ കാരണം മാത്രമായിരുന്നു. അതാണ് അവരെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. അത് പരിഹരിക്കാൻ ചേതന് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഈ ചികിത്സ അത്ര എളുപ്പമല്ലെങ്കിലും ചേതന്റെ മാന്ത്രിക ലൈബ്രറിയുടെ സഹായം ഉള്ളതുകൊണ്ട് അവന് മാത്രം ഇത് സുഖകരമായി ചെയ്യാൻ കഴിയുമായിരുന്നു. ഡോൺ 8 സ്റ്റേജിലുള്ള ഡോക്ടർമാർക്കൊന്നും ഈ രോഗം സുഖപ്പെടുത്താൻ കഴിയണമെന്നില്ല. മനുഷ്യ ശരീരത്തിന്റെ സ്പന്ദനങ്ങൾ ദുർബലമായിരുന്നു. ഒരു അക്യുപോയിന്റ് ഒരിക്കൽ തടഞ്ഞാൽ അത് വീണ്ടും തുറക്കാൻ വളരെയധികം സമയവും പരിശ്രമവും ആവശ്യമാണ്. ഇത് കണ്ടെത്തുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ അത് തുറക്കുക അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്നാൽ ചേതന്റെ അടുത്ത് ഒരു മാന്ത്രിക ലൈബ്രറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിത് പരിഹരിക്കാൻ മറ്റുള്ളവരെ പോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുമല്ല, മാന്ത്രിക ലൈബ്രറി പറഞ്ഞു കൊടുത്ത ടെക്നിക്കുകൾ മൂലം ചേതന്റെ ഓറയും ജലം പോലെ പരിശുദ്ധമായിരുന്നു. അത്തരം ശുദ്ധമായ ഓറ ഒരാളുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ അക്യുപോയിന്റുകൾ തുറക്കപ്പെടുകയും എത്ര ചെറുതാണെങ്കിലും അതിലൂടെ കടന്നു പോവുകയും ചെയ്യും. ചേതന് ഇത് ചെയ്യാൻ ഒരു നിമിഷം മതി. അഖിലിനെയും മോഹനെയും അടുത്ത നിലയിലേക്ക് ഉയർത്താൻ ചേതൻ ഇതേ മാർഗം തന്നെയാണ് ഉപയോഗിച്ചത്. അതുപോലെ മേഘയുടെ വലിയ പ്രശ്നം ചേതൻ അനായാസം പരിഹരിച്ചതും ഇത് ഉപയോഗിച്ച് തന്നെയാണ്. സാർ, എന്താ നോക്കുന്നത്? എല്ലാം ശരിയല്ലേ? ചേതൻ തന്റെ ഭാര്യയുടെ നാടിമിടിപ്പ് പരിശോധിക്കുന്നത് കണ്ട് മഹാദേവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. നിന്റെ ഭാര്യ സുഖം പ്രാപിക്കും. അവരുടെ കാര്യത്തിൽ പേടിക്കാൻ ഒന്നുമില്ല. ചേതൻ തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മഹാനെ പോലെ സംസാരിച്ചു. ഒന്നും പേടിക്കാനില്ലേ? ചേതന്റെ മുമ്പിൽ തറയിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് മഹാദേവൻ ചോദിച്ചു. അത് കേട്ട് ചേതൻ അതെ എന്ന് തലയാട്ടി. സാർ, ദയവ് ചെയ്ത് എന്റെ ഭാര്യയെ സുഖപ്പെടുത്തണം. എന്റെ മുമ്പിൽ അവനെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മഹാദേവൻ അവന്റെ മുമ്പിൽ കൈകൾ കൂപ്പി നിന്നു. എന്നിൽ നിങ്ങൾ വിശ്വസിക്കുക. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ ഇടപെടില്ലായിരുന്നു. അന്ന് നിങ്ങളുടെ ട്രേഡിംഗ് കമ്പനിയിൽ ഞാൻ എത്തിച്ചേർന്നതും ആ സിംഹപ്രതിമ കണ്ടതും എല്ലാം ഒരു നിമിത്തമാണ്. സംഭവിച്ചെല്ലാം നല്ലതിനാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചേതനത് പറഞ്ഞു പൂർത്തിയാക്കാതെ ഒന്ന് മടിച്ചു നിന്നു. അവന്റെ മടി കണ്ടതും മഹാദേവന് വീണ്ടും ആശങ്കയായി. പക്ഷേ എന്താണ് സാർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മഹാദേവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഈ രോഗം ഭേദമാക്കുന്നതിൽ ചേതന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ അത്ര എളുപ്പം പ്രീതിയെ സുഖപ്പെടുത്തിയാൽ ചേതൻ ഇത്രയും നേരം കളിച്ച നാടകങ്ങളെല്ലാം തന്നെ വെറുതെ ആയിത്തീരും. കാരണം ചേതൻ ഇതെല്ലാം ചെയ്യുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ അവന് വെറുതെ അങ്ങ് ചികിത്സിച്ച് രോഗം മാറ്റിക്കൊടുക്കാൻ കഴിയില്ലല്ലോ. സാറിന് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതിനൊരു മടിയും വേണ്ട. എന്നെ കൊണ്ട് കഴിയുന്നത് എന്തും ഞാൻ സാറിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് എന്റെ ഭാര്യയുടെ ജീവൻ മാത്രം തിരികെ തന്നാ മതി. മഹാദേവൻ ചേതനെ നോക്കി വികാരാധീനനായി പറഞ്ഞു. ചേതൻ മഹാദേവനിൽ നിന്നും ഇങ്ങനെ ഒരു വാക്കിനായി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടതും അവൻ ആശ്വാസത്തോടെ തലയാട്ടി. എന്തൊക്കെ പറഞ്ഞാലും മഹാദേവൻ ഒരു വ്യാപാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു.
ചേതന്റെ ഭാവത്തിൽ നിന്ന് തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായിരുന്നു. നീയും നിന്റെ ഭാര്യയും ആ കല്ല് മൂലം കഷ്ടതകൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് തന്നെ ഇത് സുഖപ്പെടുത്താനും കുറച്ച് സമയമെടുത്തേക്കാം. ശരിക്കും പറഞ്ഞാല് പ്രീതിയെ സുഖപ്പെടുത്താൻ 10 അല്ലെങ്കിൽ 9 ദിവസമെങ്കിലും എടുക്കും. ഈ 9 ദിവസവും മരുന്നുകൾക്കും മറ്റുമായി കുറച്ച് പണമാകും. ഒരു ദിവസം കൊണ്ട് ഒരു വലിയ തുക പ്രതിഫലമായി ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ചിന്തിച്ചത്. എല്ലാ ദിവസവും വില കൂടിയ മരുന്നുകൾ വേണ്ടി വരുമെന്ന് ചേതൻ അയാളോട് പറയുകയും അതിനനുസരിച്ച് മഹാദേവനിൽ നിന്നും തനിക്ക് ആവശ്യമായ പണം ഈടാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആദ്യം 10 ദിവസം എന്ന് പറയാനാണ് ചേതൻ വന്നതെങ്കിലും ഒരു ദിവസം കഴിഞ്ഞു പോയത് അവൻ പെട്ടെന്നോർത്തു. അതുകൊണ്ട് അവൻ ഉടനെ വാക്കുകൾ മാറ്റി 9 ദിവസം പറഞ്ഞു. പ്രീതിയെ തനിക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സുഖപ്പെടുത്താൻ കഴിയുമെങ്കിലും പണം സമ്പാദിക്കാൻ ചേതന് എന്തെങ്കിലും ഒഴിവ് കഴിവ് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ മന്ദഗതിയിലുള്ള ചികിത്സ മാത്രമാണ് അവന്റെ മുമ്പിൽ തെളിഞ്ഞ ഏക മാർഗം. ചികിത്സ മെല്ലെയാണെങ്കിലും പ്രീതി സുഖം പ്രാപിക്കുമെന്ന് അവനറിയാം. അവന് ആവശ്യമായ പണം ലഭിക്കുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ഇത്രയും വലിയ തുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമ്പാദിക്കാൻ ചേതന്റെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. സമയവും പണവും രണ്ടും പ്രധാനമാണ്. പക്ഷേ തന്റെ ഭാര്യ നഷ്ടപ്പെടുന്നതിലും ഭേദം പണം നഷ്ടപ്പെടുന്നതാണെന്ന് മഹാദേവൻ ചിന്തിച്ചു. ഇന്ദ്രൻ സാർ എന്തായാലും പ്രീതിയുടെ അസുഖം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. സാർ, പ്രീതിയെ ചികിത്സിക്കാൻ എന്ത് സസ്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞ ഞാൻ പോയി അവ കൊണ്ടുവരാം. മഹാദേവൻ ഒന്ന് ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു. ഇത് കേട്ട് ഇത്രയും നേരം ശാന്തനായിരുന്ന ചേതൻ അയാളെ കോപത്തോടെ നോക്കി. ചേതന്റെ ദേഷ്യത്തിന് കാരണം മറ്റൊന്നുമല്ല, വില കൂടിയ മരുന്നുകളും ഔഷധ ചെടികളും വാങ്ങാനാണ് പണം എന്നുള്ളത് ചേതൻ അയാളോട് പറഞ്ഞ വെറും ഒഴിവ് കഴിവ് മാത്രമായിരുന്നു. ചേതന്റെ ശുദ്ധമായ ഓറ മാത്രം മതിയായിരുന്നു പ്രീതിയുടെ അടഞ്ഞുപോയ അക്യു പോയിന്റുകൾ തുറക്കാൻ. അല്ലാതെ മറ്റൊന്നിന്റെയും ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. മഹാദേവൻ തന്നെ മരുന്നുകളും സസ്യങ്ങളും കൊണ്ടുവന്നാൽ ചേതന് എങ്ങനെ പണം സമ്പാദിക്കാൻ കഴിയും? ഇതല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും മഹാദേവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ കഴിയില്ല എന്ന് ചേതൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഭാവമാറ്റം കണ്ട് മഹാദേവൻ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നത്. എനിക്ക് മരുന്നുകളെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. അതുമല്ല, സാറിന്റെ അറിവിന് മുമ്പിൽ എന്റെ അറിവ് ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് സാർ തന്നെ മരുന്നുകൾ വാങ്ങിയാൽ മതി. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. അത്രയും പറഞ്ഞ് മഹാദേവൻ ചേതന്റെ നേരെ ഒരു കെട്ട് നോട്ട് കെട്ടുകൾ നീട്ടി. ചേതന്റെ നേരത്തെയുള്ള മുഖം കണ്ടതും മഹാദേവൻ കരുതിയത് മറ്റെന്തോ കാര്യത്തിന്റെ പുറത്താണ് ചേതന് തന്നോട് ദേഷ്യമുള്ളതെന്നാണ്. ഓരോ യോദ്ധാവിനും അവരുടേതായ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രീതിയെ സുഖപ്പെടുത്താൻ മരുന്നുകളും ഔഷധങ്ങളും വിപണിയിൽ ലഭ്യമാണെന്ന് പറഞ്ഞ ഒരേ ഒരാൾ ഇന്ദ്രൻ സാർ മാത്രമായിരുന്നു. അതിനർത്ഥം ആ രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാർക്ക് പോലും അറിയാത്ത ചില രഹസ്യ വിദ്യകളും മരുന്നുകളും ഇന്ദ്രൻ സാറിന്റെ കയ്യിൽ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാവും താൻ മരുന്നുകൾ വാങ്ങി വരാമെന്ന് പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നതും. തന്നിലൂടെ ആ മരുന്നുകളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർന്നാലോ എന്ന് കരുതിയാവണം ഇന്ദ്രൻ സാറിന് ദേഷ്യം വന്നതെന്ന് മഹാദേവൻ കരുതി. അതുകൊണ്ട് തന്നെ അയാൾ ഉടനെ തന്നെ തന്റെ മനസ്സ് മാറ്റുകയായിരുന്നു. മഹാദേവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചിരുന്ന ചേതന് അവസാനം കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ താൻ നേരത്തെ ദേഷ്യം പ്രകടിപ്പിച്ചതിന് അവൻ വിശദീകരണങ്ങൾ ഒന്നും കൊടുക്കാൻ പോയില്ല. അതിനു പകരം മഹാദേവൻ വെച്ച് നീട്ടിയ നോട്ടുകെട്ടുകൾ വാങ്ങാനായി മോഹനോട് ആംഗ്യം കാണിച്ചു. എന്നിട്ട് ഒന്ന് ചുമക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, മോഹൻ, ആ പണം വാങ്ങി അകത്തേക്ക് വെച്ചോളൂ. മരുന്നുകൾ വാങ്ങാൻ ഈ പണം തികയാതെ വന്ന അപ്പോ മഹാദേവൻ സാറിന്റെ അടുത്ത് നിന്ന് വീണ്ടും പണം വാങ്ങാം. അത് കേട്ട മഹാദേവൻ ഒന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു, സാർ, പണത്തെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ആ മരുന്നുകളുടെ വില എത്രയായാലും ഞാൻ തരാൻ തയ്യാറാണ്. എന്റെ സ്വത്തുക്കൾ മുഴുവൻ തീർന്നാലും വേണ്ടില്ല. എന്റെ ഭാര്യയ്ക്ക് ഒന്ന് സുഖപ്പെട്ടാൽ മാത്രം മതി. നിന്റെ സ്വത്തൊന്നും എനിക്ക് ആവശ്യമില്ല മഹാദേവ. എനിക്ക് വേണ്ടത് വെറും 30 ലക്ഷം രൂപ മാത്രമാണ്. അതും എന്റെ പിള്ളേർക്ക് വേണ്ടി. ചേതൻ മനസ്സിൽ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കാതിരിക്കൂ. അവരെ സുഖപ്പെടുത്തുന്നത് ഇനി എന്റെ ജോലിയാണ് എന്ന് ഗൗരവത്തോടെ പറഞ്ഞ് ചേതൻ മോഹനെ നോക്കി. മോഹൻ അവന്റെ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി വേഗം തന്നെ അവിടേക്ക് വന്ന് ആ നോട്ടുകെട്ടുകൾ വാങ്ങിച്ചു. ചേതൻ ഒരു ഉയർന്ന നിലയിൽ അധ്യാപകനായി അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ അവന് സ്വയം ആ നോട്ടുകെട്ടുകൾ വാങ്ങി വെക്കാൻ കഴിയില്ല. നിലവിട്ട് പെരുമാറാനും കഴിയില്ല. അതുകൊണ്ടാണ് മോഹന് നേരെ ആംഗ്യം കാണിച്ചത്. മോഹൻ ആ പണം എടുത്ത് ചേതന്റെ അരികിലായി വെച്ചു. നോട്ടുകൾക്ക് മീതെ കൈവച്ചതിന് ശേഷം ചേതൻ സമയം കളയാതെ തന്നെ പറഞ്ഞു, ശരി, ഞാൻ ഇനി സമയം കളയുന്നില്ല.
ഇപ്പൊ തന്നെ ചികിത്സ തുടങ്ങാം എന്ന് പറഞ്ഞ് ചേതൻ എഴുന്നേറ്റ് പ്രീതിയുടെ അരികിലേക്ക് ചെന്നു. അവരുടെ നാഡീമിടിപ്പ് നിലച്ചെടുത്തെല്ലാം അവൻ ഒരു സൂചി കയറ്റി. അതിനുശേഷം അയാൾ ആ സൂചികൾ കൊണ്ട് അവരുടെ ശരീരത്തിലേക്ക് തന്റെ ഓറ കടത്തിവിട്ടു. ചേതന്റെ ശുദ്ധമായ ഓറ അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ അവരുടെ അടഞ്ഞ പോയിന്റുകൾ വീണ്ടും തുറന്ന് അവരുടെ സ്വന്തം ഓറ അവരുടെ ശരീരത്തിലൂടെ പതുക്കെ ഒഴുകാൻ തുടങ്ങി. അവരുടെ തളർന്നുപോയ ശരീരം പഴയതുപോലെ ആകാൻ തുടങ്ങി. അവരുടെ ശരീരം അനിയന്ത്രിതമായി വിറച്ചു. അത് കണ്ടുനിന്ന മഹാദേവന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. തന്റെ ഭാര്യയുടെ കഷ്ടപ്പാട് കാണാനാവാതെ അയാൾ തിരിഞ്ഞു നിന്നു. മോഹൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ വിടർന്ന കണ്ണുകളോടെ അതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം പ്രീതി പതിയെ കണ്ണുകൾ തുറന്നു. പ്രീതിയുടെ ശരീരം വിറയ്ക്കുന്നത് നിർത്തി. മഹാദേവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. എന്റെ പ്രീതി, അയാൾ വികാരഭരിതനായി അവരെ വിളിച്ചു. അയാൾ ഉൾപ്പെടെ ആ മുറിയിൽ ഉണ്ടായിരുന്നവരെല്ലാം അമ്പരന്ന് പോയിരുന്നു. പ്രീതിയെ ഇപ്പോൾ സുഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെന്നും അവർ സുഖം പ്രാപിക്കാൻ കുറച്ചു ദിവസങ്ങൾ എടുക്കുമെന്നുമാണ് അവരോട് ചേതൻ പറഞ്ഞിരുന്നത്. പച്ചമരുന്നുകൾക്കായി ഒരുപാട് പണം ചെലവാക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് സംഭവിച്ചു? മഹാദേവൻ ആശയക്കുഴപ്പത്തിലായി. ചേതൻ ചികിത്സ ആരംഭിച്ചു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രീതി കണ്ണു തുറന്നിരുന്നു. ഇന്ദ്രൻ സാർ കുറച്ച് സൂചികൾ ഉപയോഗിച്ചതല്ലാതെ മറ്റു മരുന്നുകളൊന്നും ഉപയോഗിച്ചില്ല എന്നുള്ളത് അവിടെയുള്ളവരെല്ലാം കണ്ടിരുന്നു. എന്റെ ദൈവമേ, എന്ത് വലിയ മണ്ടത്തരമാണ് ഞാനിപ്പോ ചെയ്തത്! ഞാൻ പോലും അറിയാതെ എന്റെ ശക്തി ഒറ്റയടിക്ക് ഇവരെ സുഖപ്പെടുത്തിയല്ലോ. ഇനി എന്താ ചെയ്യുക? ചേതൻ തന്റെ മണ്ടത്തരം ഓർത്ത് ഖേദിച്ചു. പ്രീതി ഇത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് സത്യത്തിൽ ചേതൻ കരുതിയിരുന്നില്ല. അവന് സ്വയം തനിക്കിട്ട് അടിക്കാൻ തോന്നി. പ്രീതി സുഖം പ്രാപിച്ച സ്ഥിതിക്ക് ഇനി എങ്ങനെ മഹാദേവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങും? മാന്ത്രിക ലൈബ്രറിയിൽ അവരുടെ കുറവുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഏത് അക്യുപോയിന്റ് തുറന്നാൽ എന്ത് എഫക്ട് ഉണ്ടാകുമെന്നൊന്നും അതിലില്ലായിരുന്നു. അതറിഞ്ഞിരുന്നെങ്കിൽ ചേതൻ ഇത്രയും പെട്ടെന്ന് അവരെ എഴുന്നേൽപ്പിക്കില്ലായിരുന്നു. 9 ദിവസം കൊണ്ട് മെല്ലെ ഓരോ പോയിന്റുകളായി തുറക്കാം എന്നാണ് ചേതൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇതുവഴി ചികിത്സ മന്ദഗതിയിലാവും. അതുവരെ മഹാദേവനിൽ നിന്ന് ദിവസവും പണം വാങ്ങാം എന്നുമായിരുന്നു അവൻ കരുതി വെച്ചിരുന്നത്. എന്നാൽ അതെല്ലാം ഇങ്ങനെ ഇത്ര പെട്ടെന്നാകുമെന്ന് ചേതൻ അറിഞ്ഞില്ലല്ലോ. ചില പോയിന്റുകൾ തുറന്നപ്പോൾ തന്നെ അവർ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എല്ലാം എന്റെ സമയം പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേതൻ ചിന്തിച്ചു. പ്രീതിയെ സുഖപ്പെടുത്തുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നുവെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത്രയും എളുപ്പത്തിൽ കഴിയുന്ന ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് മഹാദേവന്റെ കയ്യിൽ നിന്നും 9 ദിവസത്തേക്കുള്ള പണം ചേതൻ വാങ്ങാൻ ശ്രമിച്ചതെന്ന് അവരെല്ലാം കരുതില്ലേ? ഭൂമി തുറന്ന് താഴേക്ക് പോകാനുള്ള അത്രയും നാണക്കേട് അവന് തോന്നി.